അടിപൊളി കൈവറൽ തന്നിട്ടുണ്ട്. നല്ല ആൾക്കാർ തിരക്കുണ്ട്. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്. ഹലോ ഗൈസ്, മേക്ക് ടൈം ടു സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളൊരു മാക്രോയിലേക്കാണ്. ഇന്ന് ട്രാവൽ വ്ളോഗല്ല, ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് കുറേ കാലമായിട്ട് സാധനങ്ങൾ മേടിച്ചില്ല. മാക്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗ് സി അല്ലെങ്കിൽ ടെസ്കോ പോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മാളാണ്. അത് തായ്ലൻഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഹോൾസെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ വളരെ ചീപ്പായിട്ട്, തായ്ലൻഡിലെ ഒരു ചീപ്പായിട്ട് കിട്ടുന്ന കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മാക്രോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ ഷോപ്പിലെ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഹോട്ടലാണ് നടത്തുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ കുറേ സാധനങ്ങൾ മേടിക്കാൻ ഉപയോഗിക്കുന്ന ഷോപ്പിംഗ് മാളാണ് മാക്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടത്തേക്ക് പോകാം. അതിന് മുന്നേ ഇന്ന് നമ്മളെ എന്താ പറയുക, നമ്മുടെ തായ് രാജാവിൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് വജ്രംഗോഡിൻ്റെ ബർത്ത്ഡേ ആണ്, 69ാമത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ് തായ്ലൻഡ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യം നമുക്ക് പറയാം. കോവിഡ് സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 16,000-ഓളം കേസുകൾ ഇപ്പം ഡെയിലി തായ്ലൻഡിൽ വരുന്നുണ്ട്. എന്നാൽ പോലും ആൾക്കാരെല്ലാം പുറത്തിറങ്ങുന്ന ലോക്ക്ഡൗൺ അല്ല, രാത്രി കാലങ്ങൾ മാത്രമേ ലോക്ക്ഡൗൺ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം മാഞ്ചായ് സമൂസക്കോണിലെ മാക്രോ ആണ് വണ്ടി സെറ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. എന്നിട്ട് നമുക്കിനി പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും പറയാം. ഇപ്പോൾ ഷോപ്പുകളൊന്നും മറ്റേ ഹോട്ടൽസൊന്നും പുറത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അതായത് നമുക്ക് പാർസൽ മാത്രം മേടിക്കാം, പക്ഷേ ഡൈനിങ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സാധനങ്ങൾ മേടിച്ച് കുറച്ച് വീട്ടിൽ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ചെറിയൊരു മാക്രോയിലേക്ക് പോകുന്നത്. മാക്രോ പറ്റി പറയുകയാണെങ്കിൽ മാക്രോ മറ്റുള്ള ബാങ്കോക്കിലെ മറ്റുള്ള ഷോപ്പിംഗ് മാളുകളെ പോലെ തന്നെ ഒരു വലിയൊരു സാധനങ്ങൾ കിട്ടുന്ന, ഹോൾസെയിലായിട്ട് സാധനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. വളരെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ വളരെ ചീപ്പായി, അതായത് തായ്ലൻഡിൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതുതായിട്ട് സ്റ്റേ ചെയ്യുന്ന വരുന്ന ആൾക്കാർക്ക് എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണത്. ഇതാണ് മാക്രോ. അപ്പോൾ നമ്മളിവിടെ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ കാണുന്ന, ഇതാണ് മാക്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്ന് രാജാവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം, തിരക്ക് നോക്കിയിട്ട് അത് അകത്ത് കയറുന്നുള്ളൂ. നോക്കാം, ഈ കോവിഡ് സാഹചര്യത്തിൽ പോലും ആൾക്കാർ ഇഷ്ടംമാരുണ്ട്. നമ്മളെ വണ്ടിയുടെ പാർക്ക് ചെയ്യാം, നമുക്ക് എന്തായാലും നടക്കാം. ഇതാണ് മാക്രോ എന്ന് പറയുന്നുണ്ടോ. ഒരുപാട് വണ്ടിയിൽ ഇഷ്ടംമാര് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതാണ് വലിയ ബോർഡുണ്ട്, മാക്രോ ക്യാഷ് ആൻഡ് ക്യാരി എന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് സാധനങ്ങൾ പിടിക്കുന്നത്. കുറേ കാറുകൾ പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടംമാരുണ്ടോ. നമുക്കിത് സാനിറ്റൈസ് ചെയ്യാം എന്തായാലും. ഈ സാധനത്ത് കുറച്ച് സാധനം അധികം മേടിക്കണ്ട, അതുകൊണ്ടാണ് കുറേ ഇതാക്കിയത്. കൈ കവറൽ ചെയ്തു എന്താ അടിപൊളി കൈവറൽ തന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. ഇന്ന് ലീവായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരുണ്ട്, കൈവറിട്ടിട്ടുണ്ട്. ഇഷ്ടംമാരെ ആൾക്കാർ. ഇത് ക്യാഷ് കൗണ്ടർ ഉണ്ടോ, കുറേ ആൾക്കാർ. നമ്മൾ അകത്ത് കയറിയിരിക്കുകയാണ്. അകത്ത് കയറി, ഇതാണ് സംഭവം. വലിയൊരു ഏരിയ ആണിത്. ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റിയ സ്ഥലമാണ്. നോക്കാം, വീട്ടിൽ കൂടി കയറാൻ പറ്റില്ല. കുറേ ആൾക്കാരുണ്ടോ, ആൾക്കാരുണ്ട്. ഫ്രോസൺ സീ ഫുഡ് ഉണ്ട്. ഫ്രോസൺ സീ ഫുഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഫ്രോസൺ സീ ഫുഡ്, ഇതാണ് ആ ഏരിയ. ഫ്രോസൺ ഫുഡ്, ഇത് ഫ്രോസൺ ഫുഡിൻ്റെ ഏരിയ ആണ്.
ഇതുണ്ട് കാറ്ററിംഗ് പാക്ക് റൊട്ടി പൊറോട്ട കണ്ട 10 പീസസ് കൊളസ്ട്രോൾ ഫ്രീ. ഇതിന് ഏകദേശം 352 ഭാഗത്താണ്ട്. പ്ലെയിൻ പൊറോട്ടയ്ക്ക് 200 പ്ലെയിൻ പൊറോട്ട 265, അത് 265 നമ്മളെടുത്ത്. പിന്നെ റൊട്ടി ചെന്നൈ ഷീറ്റ് ഇതിന് 85 ഭാഗത്ത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇത് റൊട്ടി എടുത്തിട്ടുണ്ട്, പൊറോട്ട എടുത്തിട്ടുണ്ട്, ഇത് 3 സാധനം എടുത്തിട്ടുണ്ട്. ഇതാണ് ഫിഷിൻ്റെ ഏരിയ കണ്ടോ. ഇവിടെ നമുക്ക് ഫിഷ് ഇഷ്ടംമാതിരി സാധനങ്ങൾ കണ്ടോ. ഒരുപാട് ഐറ്റംസ് ഇതുണ്ട്, ഫിഷ് ഐറ്റംസ്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വലിയ ഫിഷ് നമ്മൾ അയിലുണ്ട്, അയില, ആവോലി, ആമ്പങ്ങളെല്ലാം ഉണ്ടോ. ഇവിടെ നമുക്ക് സെലക്ട് തിലാപ്പിയുണ്ട്, നമ്മുടെ തവളയുണ്ട്, തവള, വലിയ ഫിഷെല്ലാം ഉണ്ട് കേട്ടോ. ഇഷ്ടം വരും. സെലക്ട് ചെയ്തിട്ട് അവർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ മുറിച്ച് തരും. ഞണ്ട് ഒരുപാടാണ് കണ്ടത്. സീ ഫിഷ് അവരോട് തന്നെ പ്ലീസ് പ്രൊഡക്റ്റ് ചെയ്യും. അവരിവിടെ തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ടോ. ഉണ്ടോ വലിയ ഫിഷിൽ അവർ ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് ഉണ്ടോ. ഉണ്ടോ ഫ്രഷ് ഫിഷ് ഉണ്ടോ. തിലാപ്പിയ 765 ഭാഗത്ത്. ലൈവ് റെഡ് തിലാപ്പിയ 95 ഭാഗത്ത് ഉണ്ടോ. ലൈവായിട്ട് നമുക്ക് ഇതിൻ്റെ തന്നെ എടുത്തിട്ട് ഒരു മുറിച്ച് അങ്ങനെയാണോ. ഒരു അപ്പം തന്നെ ഫ്രഷായിട്ട് വന്നിട്ട് എടുത്ത് കട്ട് കാണിച്ചു. ആദ്യം ഒന്ന് ഐസിലിട്ട് അവരെന്നെ ക്ലീൻ ചെയ്തു കണ്ടോ. ഇതൊരു മിൽക്കിൻ്റെ ഏരിയ. വെജ്ജി കണ്ടോ, വെജ്ജി 1 ലിറ്ററിൻ്റെ മിൽക്ക്. ഇതിപ്പോൾ യോഗട്ട് ശോഷന്മാരാണ് കേട്ടോ. ഒരുപാട് യോഗട്ടുകളുണ്ട്. ഫ്രഷ് പോർക്കിൻ്റെ ചെറിയ ഇറച്ചിയുണ്ട്. ഇത് അതേ കൊടുത്തു. ചിക്കൻ്റെ വലിയ പീസുകളുണ്ട്. ചിക്കൻ 220. നമ്മൾ ചിക്കൻ മേടിച്ച്, യോഗട്ട് മേടിച്ച്, റൊട്ടി മേടിച്ച്, കുറേ സാധനങ്ങൾ മേടിച്ച്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ഏകദേശം വലിയ ഏരിയയാണ്. കുറേ നല്ല തിരക്കുണ്ട്. കണ്ടോ, ഇഷ്ടംമാതിരി സാധനങ്ങളുണ്ട് ഇവിടെ. ഇത് നല്ലൊരു ഓഷി പോലത്തെ താരൻ്റെ നല്ലൊരു ബ്രാൻഡാണ് ഇത്. ഓഷി കോഫി, നെസ്കഫെ കോഫി ഉണ്ടോ. ഈ ഐറ്റംസ് എല്ലാം കണ്ടോ. നല്ല ടേസ്റ്റി അല്ല. നമ്മുടെ നാട്ടിൽ കാണാത്തൊരു നല്ലൊരു തായ് ഒരു ഗ്രീൻ ടീ ആണ് ഇത്. നല്ല ടേസ്റ്റി സാധനമാണ് ഓഷി. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഈ ഒരു സാധനം നാട്ടിലുണ്ട് നല്ലതായിരുന്നു. ഒരുപാട് ഓഷീസ് നമുക്കിവിടെ കാണാം ഉണ്ടോ. ഇതെല്ലാം ഓഷി ഗ്രീൻ ടീ ഉണ്ടോ. ഗ്രീൻ ടീ അങ്ങനത്തെ സാധനങ്ങളിവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഏകദേശം മേടിച്ചിട്ടുണ്ട്. വെള്ളം മേടിച്ചിട്ടുണ്ട്, നമ്മൾ ടിഷ്യൂ മേടിച്ചിട്ടുണ്ട്, പൊറോട്ട, യോഗട്ട്, മറ്റേ കഞ്ഞി, ഡെറ്റോളിൻ്റെ ഒരു ഹാൻഡ് വാഷ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട്. ചിക്കൻ മേടിച്ചിട്ടുണ്ട്, ഫിഷ് മേടിച്ചിട്ടുണ്ട്, ഒരുപാട് ഐറ്റംസ് വെള്ളം മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെന്തായാലും ബില്ല് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ സാധനം മേടിച്ച് പുറത്തിറങ്ങി ബില്ല് ചെയ്തു. ബില്ല് ഏകദേശം 1278 രൂപ ആയത്. കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇനി വണ്ടി കയറ്റണം. ഇതൊക്കെയാണ് സാധനങ്ങൾ. അപ്പോൾ ഇവിടെ വന്ന് മേടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അതായത് നമുക്ക് എല്ലാം ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ട് ഇത് കൊണ്ട് കുറേ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ലാഭമാണ്. കുറേ മാഗി ഉണ്ട്, മാഗി മേടിച്ച്. പിന്നെ ടിഷ്യൂ ഉണ്ട്, ടിഷ്യൂ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായി നമ്മുടെ പിന്നെ പൊറോട്ട. ഈ സാധനം മേടിക്കാനാണ് ഞാൻ വന്നത്. കാരണം ഈ പൊറോട്ട, റൊട്ടി, ഈ ഫുഡ് ഐറ്റം
വേറെ ബിഗ് സിയിൽ മറ്റുള്ള സ്ഥലങ്ങളൊന്നും കിട്ടത്തില്ല. മറ്റേ ആ ഒരു ഇന്ത്യൻ ഫുഡ് ഐറ്റമാണത്. അപ്പോൾ അത് മേടിക്കാനിവിടെ വന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു റൈസ് സൂപ്പ് പോലെ സാധനം, അത് നല്ല സാധനമാണ്. പിന്നെ യോഗട്ട്, പിന്നെ നമ്മൾ ഡെറ്റോളിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. ഡെറ്റോളിൻ്റെ ഇത് ബോഡി വാഷ്. നമ്മുടെ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ചിക്കൻ, പിന്നെ നമ്മുടെ തിലാപ്പിയ ഫിഷ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മിൽക്ക്, മെജ്ജീൻ്റെ മിൽക്കാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ എഗ്ഗ് അത്ര കുറേ സാധനം മേടിച്ചു. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഇത്. ഓക്കെ, ഇതാണ് ബില്ല്. 1278 ബില്ല് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഈ സാധനം എടുത്തുതന്നെ വെച്ച് ഓരോന്നൊരു ഇത്രയും സാധനങ്ങൾ നമ്മൾ മേടിച്ചത് ഇതിനകത്ത് നമ്മൾ പേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു മാക്രോൻ്റെ വിശേഷങ്ങൾ. ഇത്രയും സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് അപ്പോൾ നമ്മളെ ചാനലിലെ ലോഗോ കൂടെ ഉണ്ട്, മേക്ക് ആൻഡ് സീ ദ വേൾഡ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു മാക്രോൻ്റെ ഈ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തത്. ഓക്കെ, ബൈ ബൈ, സൈനിങ് ഓഫ്.